ഹായ് ഹലോ ബാപ്റ്റിസം സീരീസിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിപാടിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ ചെരുപ്പ്, പുതിയ ഉടുപ്പ്, ഐ വാസ് ടോട്ടലി ഒബ്സസ്ഡ് വിത്ത് ദിസ് ഔട്ട്ഫിറ്റ്. ടോട്ടലി ഉള്ള ലുക്ക് ഐ റിയലി ലൈക്ക് ഇറ്റ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ മേമയുടെ അടുത്തോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് എല്ലാവരും പിക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടി പരിപാടി സ്ഥലത്തോട്ട് പോകാം. ഡയറക്റ്റ് പരിപാടി സ്ഥലത്തോട്ടല്ല പോണത്. അപ്പോൾ കാറിൽ നിന്ന് ഞാനും മമ്മിയും വെറുതെ ചളി അടിച്ച് കോപ്രായൊക്കെ കാണിച്ചിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് വേറെ വഴിയൊന്നുമില്ല, അങ്ങനെ ഇരുന്ന് സമയം കളഞ്ഞേ പറ്റൂ. അങ്ങനെ ഫൈനലി ഇതേ മേമരോട് എത്തിയപ്പോൾ ജനാലിനെ അമ്മച്ചിയും സ്റ്റീവൂഡിനൊക്കെ കൈയൊക്കെ കാണിച്ച് ഹായ് ഹായ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കയറി ചെന്നിട്ട് തന്നെ ഒരു ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ നടത്തി. വലിയ വർക്കൊന്നും ആയില്ല. പിന്നെ ഇത് സ്റ്റീവൂഡിന്റെ പുതിയ ഹെയർ സ്റ്റൈലാണ്. എന്ത് കുന്തറാണ്ടോണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ട്ടാ. അങ്ങനെ എല്ലാവരുടെയും ഒരു 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 എന്താ പറയുക, ഒരു ക്ലോസപ്പ് ലുക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതേ ഇറങ്ങണേ കേട്ടോ. അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ആക്ച്വലി മൈക്കിലാണ് കൊടുക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള കുറച്ച് കുറച്ച് ക്രാക്ക് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. ആരും ഇത് മൈൻഡ് ആക്കണ്ട. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ആയതുകൊണ്ടാണ് നോയ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത്. പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാനിമോൾ ഇങ്ങനെ വയ്യാണ്ടായി മീൻസ് പുള്ളിക്കാരത്തി അലിച്ചെന്നല് വീണ് മൂക്കൊക്കെ പൊട്ടി നല്ല ക്ലിങ്ങി ആയിട്ടിരിക്കണേണ്. അതൊക്കെ ഇപ്പോൾ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് ട്ടോ. നമുക്കിപ്പോ ചെറിയ രീതിക്ക് അവിടെ ഒരു പാട് പോലെ അല്ലാണ്ട് സീനൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ദേ പള്ളിയിലെത്തി. ഈ സെന്റ് റാഫേൽ ചർച്ച്, അതായത് തൈക്കൂടത്ത് സെന്റ് റാഫേൽ ചർച്ചിന്റെ നേരെയുള്ള ഹാളിലായിരുന്നു ഞങ്ങളുടെ പരിപാടി വന്നിട്ട്. ദേ ഇതാണ് ട്ടോ നമ്മുടെ കുഞ്ഞു വാവ. ഇത് ആക്ച്വലി കാണിക്കണോ വേണ്ടെന്ന് ഞാൻ കുറച്ച് ചിന്തിച്ചിട്ടാണ് കാണിക്കണത്. ചിലപ്പോൾ ഞാൻ ഇത് ബ്ലർ ചെയ്യും ട്ടോ. അതെനിക്ക് തന്നെ അറിയാൻ പാടില്ല. ചെന്ന് കയറിയപ്പോൾ തന്നെ നമ്മള് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. ഫുഡൊക്കെ അടിച്ചു. ഫുഡ് മീൻസ് വെൽക്കം ഡ്രിങ്കിന്റെ കൂടെയുള്ള വല്ല സ്നാക്ക് ഐറ്റം ഒക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാവും. ചില പരിപാടിയിലൊക്കെ ഉണ്ടാവും. ഈ പരിപാടി ഉണ്ടായിരുന്നു ഗൈസ്. ഞാനത് മാക്കം തിന്നു. പിന്നെ അവിടെ ഞാൻ പോസ്റ്റ് ആയിരുന്നു ഗൈസ്. ഞാൻ കട്ട പോസ്റ്റ് ആയിരുന്നു. അത് നമ്മളാ പോസ്റ്റീന്നൊന്ന് എന്താ പറയുന്നു ഉഷാറാവാൻ വേണ്ടി ഞാൻ നേരെ പോയി ഫുഡ് കഴിച്ചു ഗൈസ്. ഫുഡ് വാസ് ഗുഡ്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പക്ഷേ ചോറൊന്നും എടുത്തില്ല. കാരണം ഞാൻ അങ്ങനെ ഫുഡ് അടിക്കുന്ന ഒരാളേ അല്ല. പക്ഷെ ഇടിയപ്പം, ബ്രെഡ്, പിന്നെന്തായിരുന്നു, സ്റ്റൂവ്, ചിക്കൻ വറുത്തത്, പിന്നെ ഇതൊന്ന് മാക്രോണീസ് സംഭവം ട്ടോ. അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. അത് എനിക്ക് ഇച്ചിരി പണി തന്നായിരുന്നു. ബട്ട് ബാക്കിയുള്ളതൊക്കെ ഓക്കെ ആയിരുന്നു ട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ കോഴ്സിലോട്ട് കിടന്നു. എന്താണ്, ഐസ്ക്രീം വിത്ത് ഗുലാബ് ജാമുൻ ആയിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കോമ്പിനേഷൻ ആണ്. പക്ഷെ നമ്മൾ ഐസ്ക്രീം 3-4 തവണ എടുക്കുന്നതുകൊണ്ട് ഗുലാബ് ജാമുനും അവിടെ തരും. എന്ത് ചെയ്യാനാ, തിന്നല്ലേ പറ്റൂ. ഐസ്ക്രീമിന് വേണ്ടി ഞാൻ ആ ഗുലാബ് ജാമുനും തിന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പള്ളിയുടെ അവിടെ പോയാട്ടോ എടുത്തത്. ഹോളിലായിരുന്നല്ലോ പരിപാടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ തിരിച്ച് വീട്ടിലോട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.